ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാവൽ മാലാഖമാരുടെ വണക്കമാസം 3-ാം ദിവസത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ പ്രത്യേകമായി കാവൽ മാലാഖമാരെക്കുറിച്ചും ആരാണ് മാലാഖ എന്നവരുടെ പ്രവർത്തനത്തെക്കുറിച്ചും ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് സഹായിക്കുന്ന ദൈവത്തിൻ്റെ ആജ്ഞാവർത്തികളായ മാലാഖമാരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സേവകരായ മാലാഖമാർ, ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിക്കുന്ന മാലാഖമാരെ കുറിച്ചാണ്. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന സ്വർഗവാസികളാണ് മാലാഖമാർ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവരെപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. കർത്താവിൻ്റെ മാലാഖമാർ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മഹത്വത്തിന് ചേർന്ന വിധം അവിടുത്തെ ആരാധിക്കുന്നുവെന്നാണ് നമ്മൾ കാണുക. സ്വർഗവാസികളായ കർത്താവിൻ്റെ മാലാഖമാരും വിശുദ്ധര രക്തസാക്ഷികളും മഹത്വരാജ്യത്തിലായിരിക്കുന്ന എല്ലാവരും ദൈവത്തെ ഒന്നു ചേർന്ന് ആരാധിക്കുന്ന സ്വർഗീയ ആരാധന, അത് സെലിബ്രേഷൻ ഓഫ് ഗ്ലോറി എന്നാണ് പറയുക. സെലിബ്രേഷൻ ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ ആഘോഷം. ആ മഹത്വത്തിൻ്റെ ആഘോഷത്തിൽ സെലിബ്രേഷൻ ഓഫ് ഗ്ലോറിയിൽ ഏറ്റവും സവിശേഷമായി പങ്കുവഹിക്കുന്ന, ഏറ്റവും മുഖ്യമായ പങ്ക് വഹിക്കുന്നത് കർത്താവിൻ്റെ മാലാഖമാരാണ്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കുന്ന ഈ മാലാഖമാർ തന്നെയാണ് മഹത്വത്തിൻ്റെ ആഘോഷത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 11-ാം വചനം ഇങ്ങനെയാണ് പറയുക. വെളിപാട് 7:11. കർത്താവിൻ്റെ ദൂതന്മാർ എല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ ആ മാലാഖമാർ, ദൂതന്മാരെല്ലാം കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറയുകയാണ്, ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും മഹത്വവും അധികാരവും, അത് എല്ലാ ആരാധനയും എല്ലാ മഹത്വവും എല്ലാ സ്തുതിയും കർത്താവിനുള്ളതായിക്കോട്ടെ എന്ന്. ഹല്ലേലൂയ. കർത്താവിന് മാത്രമാണ് ആരാധന എന്ന് ഈ മാലാഖമാർ ഒന്നു ചേർന്ന് കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറയുക. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. സങ്കീർത്തനം 148-ാം അധ്യായം 2-ാം വചനം പറയുകയാണ്, സകല മാലാഖമാരെ നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ സകല മാലാഖമാരെ നിങ്ങൾ അവിടുത്തെ സ്തുതിക്കുവിൻ. സങ്കീർത്തനം 103:20 പറയുന്നുണ്ട്, കർത്താവിൻ്റെ ശക്തരായ ദൂതരെ നിങ്ങൾ അവിടുത്തെ ആരാധിക്കുവിൻ. കർത്താവിൻ്റെ ശക്തരായ ദൂതരെ നിങ്ങൾ അവിടുത്തെ ആരാധിക്കുവിൻ. അപ്പോൾ കർത്താവിൻ്റെ ദൂതന്മാർ ശക്തരാണ്. അവരെല്ലാം ദൈവത്തെ ഒന്നു ചേർന്ന് ആരാധിക്കുന്നു. കർത്താവിൻ്റെ മഹത്വത്തിന് ചേർന്ന വിധം നിത്യസ്തുതിക്ക് അർഹനായി കർത്താവ് വാഴുമ്പോൾ ആ സ്തുതിയുടെ സിംഹാസനത്തെ നോക്കി കർത്താവിൻ്റെ മഹത്വത്തിന് ചേർന്ന വിധം അവർ ആരാധന അർപ്പിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സെറാഫുകളായ മാലാഖമാർ ദൈവത്തെ ആരാധിക്കും. സെറാഫുകൾ നമ്മൾ കാണും, അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണും ആരാണ് സെറാഫുകൾ എന്ന്. സെറാഫുകൾ ആയ ആ മാലാഖമാർ ദൈവത്തെ പരിശുദ്ധനെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുന്നതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം വചനത്തിൽ നമ്മൾ കാണുന്നു. അവിടെ വചനം പറയുകയാണ്, അവ പരസ്പരം ഉദ്ഘോഷിക്കുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. സെറാഫുകൾ ഒന്നു ചേർന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറയുകയാണ്, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ മാത്രമല്ല ഭൂമിയിലും കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നുവെന്നാണ് സെറാഫുകളായ മാലാഖമാർ പറയുക. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സെറാഫുകൾ പറയുക. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന മാലാഖമാർ, ദൈവ ആരാധനയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മാലാഖമാർ, അവർ ഒന്നു ചേർന്ന് ദൈവത്തെ താണുവണങ്ങി ആരാധിക്കുന്നു. എല്ലാ ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും നൽകിക്കൊണ്ട്, എല്ലാ ആരാധനയും നൽകിക്കൊണ്ട്, എല്ലാ കൃതജ്ഞതയും സ്തുതിയും ബഹുമാനവും നൽകിക്കൊണ്ട് മാലാഖമാർ ദൈവത്തെ ആരാധിക്കുന്നു. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വചനം. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 6-ാം വചനം പറയുകയാണ്, കർത്താവിൻ്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. കർത്താവിൻ്റെ മാലാഖമാരെല്ലാം, ദൂതന്മാരെല്ലാം അവിടുത്തെ ആരാധിക്കട്ടെ. കർത്താവിൻ്റെ മാലാഖമാർ, ദൂതന്മാർ അവിടുത്തെ ആരാധിക്കുന്നവരാണ്. ദൈവത്തെ ദൈവ ആരാധനയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ് മാലാഖമാർ. ദൈവ ആരാധന നിയോഗം, ദൈവത്തെ ആരാധിക്കുക എന്ന നിയോഗം ഈ മാലാഖമാരെ ഫലിപ്പിച്ച് അവരെപ്പോഴും സ്തുതികൾ പാടിക്കൊണ്ട്, കൃതജ്ഞത പാടിക്കൊണ്ട്, ആരാധന അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ.
അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന മാലാഖമാരോട് ചേർന്ന്, ദൈവത്തിന് എപ്പോഴും സ്തുതിഗീതങ്ങൾ പാടുന്ന മാലാഖമാരോട് ചേർന്ന് ഇന്നത്തെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നമുക്ക് പങ്കുചേരാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.